കഴിക്കൂ മാഡം. കഴിക്കമ്മേ. കഴിക്കൂ. അമ്മേ കഴിക്ക്. എന്നെ തുടർന്ന് പറ. പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല, ചത്തില്ല. സാറേ, എന്നാ ഇനി എല്ലാവർക്കും കഴിച്ചാലോ? പത്മ തനിച്ചായി പോയല്ലോ എന്നൊരു സങ്കടമായിരുന്നു ഈ നേരം വരെ. പക്ഷേ നമുക്ക് മുമ്പേ പത്മ സദ്യ ഉണ്ടോന്ന് കേട്ടപ്പോ ആ സങ്കടം അങ്ങ് മാറി. എന്നാ പിന്നെ നമുക്കിനി കഴിക്കാല്ലേ? സാറേ, ഇത് ഞങ്ങളുടെ ഓണസദ്യ നടക്കുമ്പോൾ ഉള്ള ഒരു ശീലമാ. ഇപ്പോഴായിട്ട് മുടക്കണ്ടെന്ന് കരുതി. ഓണസദ്യയുടെ വിഭവങ്ങളിലൊന്നുമല്ല, അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പിടിയ ഞങ്ങളുടെ ശരിക്കുള്ള ഓണസദ്യ. അല്ല, അച്ഛൻ ജനിച്ചു വളർന്നത് ആ നാട്ടിലല്ലേ? അപ്പൊ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ. ഇതുവരെ ചെയ്തില്ല എന്ന് കരുതി വിഷമിക്കണ്ട അച്ഛൻ. അച്ഛനും അച്ഛന്റെ മക്കൾക്കും ഒരു പിടിയങ്ങ് കൊടുക്ക്. ഇതൊക്കെ മനസ്സിലൊരാഗ്രഹമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാറില്ലല്ലോ. അല്ല, അപ്പോ ഞാൻ മാത്രം അനാഥനായോ? അളിയന് കൊടുക്കച്ച. നീ വിഷമിക്കണ്ട, നിനക്ക് ഞാൻ തരുന്നുണ്ട്. നിനക്കേ ചെറിയ ഉരുളയൊന്നും പോരല്ലോ, വലിയ തന്നെ വേണ്ടേ? വാ വാ.
ഡാഡി ഉം. എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം തോന്നി ഈ സദ്യ മിസ് ചെയ്തിരുന്നെങ്കിൽ വല്ലാത്ത നഷ്ടായനെ. അതെ, എനിക്ക് സത്യത്തിൽ ഓണത്തിന്റെ ഒരു വൈബ് കിട്ടിയത് ഇവിടെ വന്നിട്ടാ. സത്യത്തിൽ ആളുകൾ പറയുന്ന നേരാ, ഓണം നാട്ടും പുറത്താ അല്ലേ ഡാഡി? അങ്ങനെയുള്ള തിരിച്ചറിവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് സന്തോഷം എനിക്ക്. ആ പക്ഷേ ആ തിരിച്ചറിവിന്റെ ഒക്കെ കാരണം ഞാനാണ് അച്ഛാ. ആ മതി മതി, ഇനി എല്ലാരും കഴിക്കട്ടെ.